ഇപ്പോൾ കണ്ട പോലത്തെ 3D നമുക്ക് ഉണ്ടാക്കിയാലോ? അതെ, 3D ഹോളോഗ്രാഫിക് പ്രൊജക്ടർ. ചിലവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, 0 കോസ്റ്റിന്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഇനി വെറൈറ്റി ആയിട്ടുള്ള DIY ഒക്കെ വരുന്നുണ്ട്. കാരണം ഇതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ഫുഡ്, ട്രാവൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അതൊക്കെ കയറി നോക്കിയിരുന്നാൽ മതി. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ശ്രീരാജ്. എല്ലാവർക്കും vblog4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഞാൻ താണ്ട ഒരു 2 പ്ലാസ്റ്റിക്, അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റിക്ക് ഫയൽ ഉണ്ടല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഏത് സാധനം വെച്ച് ഉപയോഗിക്കാം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഈവൻ ഇതിന് പകരം നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് വേണമെങ്കിൽ പോലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തെന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു അളവാണ്. ഞാൻ ആക്ച്വലി ആദ്യം തന്നെ പേപ്പറിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ രീതിയിൽ ഷേപ്പിൽ വേണം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ 4 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് അടുത്തന്നെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 4 ഒരേപോലെ തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും ഏറ്റക്കുറച്ച് വരാൻ പാടില്ല. അപ്പം നമ്മൾ ഫൈനലിൽ ഒരു വെക്കുന്ന സമയത്ത് അത് സ്റ്റേബിളായിട്ട് നമ്മുടെ ഫോണിൻ്റെ പുറത്തിരിക്കത്തില്ല. അതുകൊണ്ട് ആ കാര്യം എൻഷ്യൂർ ചെയ്ത് തന്നെ ചെയ്തിരിക്കണം. 4 ഒരേ സൈസ് തന്നെ ആയിരിക്കണം. കട്ട് ചെയ്യാനായിട്ടൊന്നെങ്കിൽ നിങ്ങൾക്ക് സിസേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൈഫ് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നൈഫായിരിക്കും. കാരണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നൈഫ് വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോഴത്തേ അത് അതുപോലെ കട്ടായി പോരും. സിസേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ അറ്റമൊക്കെ പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ദാണ്ട ഒരു പീസ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കാണിച്ച സൈസിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ 4 പീസാണ് നമുക്ക് വേണ്ടത്. 5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, ഈ രീതിയിലുള്ള 4 പീസ് വേണം. ഇനി ഒരു 3 പീസ് കൂടെ ഇനി കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ തന്നെ. ഇതിപ്പോൾ 4ാമത്തെ പീസാണ്. ഇപ്പോൾ എല്ലാവരും കട്ട് ചെയ്ത് കാണിച്ച് ടൈം കളയുന്നില്ല. ഇത് നമ്മുടെ 4ാമത്തെ പീസാണ്. അങ്ങനെ മൊത്തം 4 പീസ് ഇതാണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 4 പീസിനെ നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കുക ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഇൻസുലേഷൻ ടേപ്പ് അത്യാവശ്യം വീതി ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ 2ആയിട്ട്, അതായത് ഇൻസുലേഷൻ ടേപ്പ് ഇളക്കി കഴിഞ്ഞാൽ ഈ വീതിനെ ഞാൻ 2ആയിട്ട് കീറിയെടുക്കും. കാര്യം അത്രയും വീതിയോടുകൂടി നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് വീതിയോട് ഒട്ടിച്ചാലും പ്രശ്നമില്ല. പക്ഷേ നല്ലൊരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും. അതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൽ ഷേപ്പോ കാര്യങ്ങളോ വേണമെന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതിലേക്ക് ആദ്യമേ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യാൻ വെച്ചാൽ ഒട്ടിച്ച് വെക്കണം. ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ടേപ്പിന് ചുളുക്കോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആ പ്ലാസ്റ്റിക്കിലേക്ക്, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക്കിലേക്ക് ഒട്ടിക്കുന്ന ടൈമിൽ അത് കറക്റ്റായിട്ട് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പോൾ അടുത്ത പീസ് എടുത്ത് ഇതോടെ ജോയിൻറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ ആ ഒരു 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തില്ലേ, അവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് അത് സ്ക്വയറായിട്ട് നമുക്ക് അവസാനം നമുക്ക് കിട്ടണം. അതുകൊണ്ട് അവിടെ കൊണ്ട് മുകളിലോട്ടോ താഴോട്ടോ ഒന്നും ഏറ്റക്കുറച്ചിലുണ്ടാകാത്ത രീതിയിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളിത് ഒട്ടിക്കാനായിട്ട്. അതായത് നമ്മൾ ടേപ്പിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് മടക്കാൻ പറ്റണം. അപ്പോൾ കയറ്റി ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കൺഫേം ആയിട്ട് നോക്കുക. 4 സൈഡ് ഒട്ടിക്കുമ്പോഴും ഈ ഒരു കാര്യം വേണം മെയിനായിട്ട് ശ്രദ്ധിക്കാനായിട്ട്. ഒട്ടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്ന എക്സസൈസുള്ള ടേപ്പ് നമ്മൾ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് ഇപ്പം നേരത്തെ കടന്നത് അങ്ങനെ നൈഫ് വെച്ച് കട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പീസുകളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മളതാണ്ട് ഫൈനൽ ലാസ്റ്റത്തെ നമ്മൾ ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ടേപ്പുകളെല്ലാം അകത്ത് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നെങ്കിൽ എല്ലാ ഭാഗത്തും ഒട്ടിക്കുന്ന അകത്തായിരിക്കണം. ഒരെണ്ണം അകത്ത് ഒട്ടിക്കുന്നു, ഒരെണ്ണം പുറത്തൊട്ടിക്കുന്നു. അപ്പോൾ ടേപ്പിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഒട്ടിക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കണം. മുകളിലാണ് എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ ഒട്ടിക്കുന്നതെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ എല്ലാം പുറത്ത് തന്നെ ആയിരിക്കണം. അകത്താണെങ്കിൽ എല്ലാം അകത്ത് തന്നെ ആയിരിക്കണം.
നേരത്തെ പറഞ്ഞിട്ട് കറക്റ്റ് ലെങ്ത് അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അവിടെ താഴെ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അകത്തൊരു സ്ക്വയർ പോലെ തന്നെ കറക്റ്റ് കിട്ടണം, എന്നാലേ ഇതേപോലെ നമുക്ക് താഴെ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ മറിഞ്ഞു വീഴും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ കറക്റ്റ് ലെങ്തിൽ കട്ട് ചെയ്യണമെന്നുള്ളത്. ഇനി നമ്മുടെ ഫോൺ അത് യൂട്യൂബിൽ കയറിയിട്ട് ഹോളോഗ്രാഫിക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈപ്പ് ഓൾറെഡി കിടപ്പുണ്ടാകാൻ എടുത്തേക്കുന്നത്. ഹോളോഗ്രാഫിക് വീഡിയോ എന്ന് കൊടുക്കുന്ന സമയത്ത് കുറേ ലിസ്റ്റുകൾ വരും. അപ്പോൾ ആ വീഡിയോസാണ് നമ്മളിപ്പോൾ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അതിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനു മുന്നേ നമ്മൾ മാക്സിമം ബ്രൈറ്റ്നെസ്സിൽ ഫോൺ ഇട്ടിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ സാധനം ആ പ്ലേ ബട്ടൺ ഉണ്ടല്ലോ, ആ പ്ലേ ബട്ടണിനകത്ത് വരുന്ന രീതിയിൽ, ആ ചെറിയ സ്ക്വയറുള്ള സംഭവം പ്ലേ ബട്ടണിനകത്ത് വരുന്ന രീതിയിൽ വെക്കണം. സ്ട്രൈറ്റ് തന്നെ വെക്കുക. അതിനുശേഷം ലൈറ്റ് ഓഫ് ചെയ്യണം, എന്നാൽ മാത്രമേ കറക്റ്റ് രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇരുട്ടത്ത്. അപ്പോൾ ഞാനത് പ്ലേ ചെയ്യുകയാണ്. ലൈറ്റ് ഓഫ് ആകുകയാണ്. ഇതാ ഇതിപ്പോൾ കൈ നമ്മൾ പിടിച്ചേക്കുന്നതിൻ്റെ ഷേക്കിങ് വന്നേക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ അന്തരീക്ഷത്തിൽ, അതായത് ഹോളോഗ്രാഫിക് 3D പ്രൊജക്ഷൻ രീതിയിൽ അന്തരീക്ഷത്തിൽ എന്താണ് നമ്മുടെ എല്ലാ സാധനങ്ങളും പറക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ഈ രീതിയിൽ കാണുക, എന്നിട്ട് കൂടി നല്ല ക്ലിയറിൽ കാണാം. അപ്പോൾ നേരിട്ടാകുമ്പോൾ കറക്റ്റ് എക്സാക്റ്റ് അന്തരീക്ഷത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് നല്ല ഫീലിൽ കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, അതിനകത്ത് ഒന്നുമില്ല. 4 സൈഡിലാണ് ഇമേജ്, ഫോണിൽ വരുന്ന 4 സൈഡിലുള്ള ഇമേജ് മാത്രമേ അകത്തോടെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് പൊങ്ങി നോക്കിയാൽ കറക്റ്റ് സൈഡിൽ കൂടെ നോക്കുമ്പോഴാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിൽ 3D പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവനുണ്ടാക്കിയത് കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ചിലവ് ഒന്നുമില്ല തന്നെ വീട്ടിലുള്ള സാധനം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലുള്ള DIY ഒക്കെ ഇനി നമുക്ക് വരുന്നതായിരിക്കും. കാരണം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇനി ഔട്ട്ഡോർ ഷൂട്ടൊക്കെ വളരെ പരിമിതമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം VBLOG4u.